റെക്കോർഡ് ഓഫ് ആക്കിയോ കേട്ടോ. ഓക്കെ. മാജിക് മാനിഫെസ്റ്റേഷൻ മെഡിറ്റേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ കംഫർട്ടബിളായിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരിക്കുക. ബാഹ്യമായ ഒരു പ്രേരണയും കൂടാതെ സാവധാനം നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക. നിങ്ങൾ ഒരു യാത്ര പോകുന്നത് സങ്കല്പിക്കുക. ഒരു വനപ്രദേശത്തിലൂടെ നിങ്ങളിപ്പോൾ സാവധാനം യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കൺമുന്നിൽ ഇപ്പോൾ നിങ്ങൾക്ക് ധാരാളം മരങ്ങളും ചെടികളും എല്ലാം കാണാൻ സാധിക്കുന്നതാണ്. മുന്നോട്ട് പോകുമ്പോൾ മരങ്ങൾക്കിടയിലൂടെ സൂര്യപ്രകാശം നിങ്ങളുടെ ശരീരത്തിൽ പതിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടാവും. സൂര്യപ്രകാശം നിങ്ങളുടെ ശരീരത്തിൽ പതിച്ചപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആ എനർജി നിങ്ങൾ മുഴുവനായിട്ടും ഫീൽ ചെയ്യുക. മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ കാതുകളിൽ മനോഹരമായ ഒരു സംഗീതം പോലെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം ഇപ്പോൾ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടാവും. കുറച്ചും കൂടെ ദൂരെ നിങ്ങളുടെ കണ്ണുകൾക്ക് വളരെയധികം കുളിർമ നൽകി ആ വെള്ളച്ചാട്ടം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ കാഴ്ച നിങ്ങളുടെ സന്തോഷവും നിങ്ങളുടെ ശരീരത്തിലൂടെ ഒരു പോസിറ്റീവ് എനർജിയും വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളിപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് നിൽക്കുന്നുണ്ട്. താഴേക്ക് നോക്കുമ്പോൾ വെള്ളത്തിൻ്റെ താഴെ ധാരാളം ചെടികളും മത്സ്യങ്ങളും മറ്റു മനോഹരമായ കല്ലുകളും കാണാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും തെളിമയുള്ള ഒരു വെള്ളമാണ് നിങ്ങൾക്കവിടെ കാണാൻ സാധിക്കുന്നത്. സാവധാനം നിങ്ങൾ ആ വെള്ളത്തിലേക്ക് നിങ്ങളുടെ 2 കാൽപാദങ്ങളും പതിയെ ഇറക്കി വെക്കുകയാണ്. ആ കാൽപാദങ്ങളിൽ ഇന്നേ വരെ ഉണ്ടായിരുന്ന എല്ലാ നെഗറ്റീവ് എനർജികളും മറ്റു ബുദ്ധിമുട്ടുകളുമെല്ലാം ഇപ്പോൾ അവിടെ നിന്നും പൂർണ്ണമായിട്ടും ഹീൽ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. വെള്ളത്തിൻ്റെ താഴേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ കാൽപാദങ്ങളിൽ നിന്നും ആ നെഗറ്റീവ് എനർജി ഒരു കറുത്ത ചെളി രൂപത്തിൽ താഴേക്ക് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ കൂടുതൽ വെള്ളത്തിലോട്ടടുത്ത് നിങ്ങളുടെ ഉടുപ്പ് വരെയുള്ള ഭാഗം ഇപ്പോൾ പൂർണ്ണമായിട്ടും ശുദ്ധീകരിച്ചിരിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന എല്ലാവിധ നെഗറ്റീവ് എനർജികളും മറ്റു പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മുന്നേ ഒഴുകിപ്പോയിരിക്കുന്ന അതേ വഴിയെ കറുത്ത രൂപത്തിൽ ഒഴുകിപ്പോകുന്നത് നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. അരക്ക് താഴെയുള്ള ഭാഗം പൂർണ്ണമായും ഭാരം കുറഞ്ഞ് ഒരു പ്രത്യേക അനുഭൂതി ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും. വീണ്ടും നിങ്ങൾ ആ വെള്ളത്തിലേക്ക് കൂടുതൽ അടുക്കുന്ന സമയത്ത് നിങ്ങൾ ഷോൾഡർ വരെയുള്ള ഭാഗം പൂർണ്ണമായിട്ടും ഇതേ പ്രോസസ്സിങ്ങിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വലത് കൈ
ഇടത് കൈ, കൈമുട്ടുകൾ, കൈപ്പത്തികൾ, നിങ്ങളുടെ പിൻഭാഗം, മുൻഭാഗം എല്ലാം അതേ പ്രോസസ്സിങ്ങിലൂടെ കടന്നുപോയി അവിടെ ഉണ്ടായിരുന്ന എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഇതേപോലെ തയ്യാറായിരിക്കുകയാണ്. ഒഴുകി ഒഴുകി പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ പൂർണ്ണമായിട്ടും വെള്ളത്തിൽ മുങ്ങി എഴുന്നേറ്റിരിക്കുകയാണ്. ചെറുപ്പം മുതൽ ഇന്ന് വരെയുള്ള നിങ്ങളുടെ ചിന്തകൾ വന്നിരിക്കുന്ന എല്ലാ നെഗറ്റിവിറ്റിയും, നിങ്ങളെ ബാധിച്ചിരുന്ന എല്ലാ ദോഷങ്ങളും ഇതേപോലെ ചെളി രൂപത്തിൽ ഒഴുകി ഒഴുകി പോകുന്നത് നിങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ആന്തരിക അവയവങ്ങൾ, കിഡ്നി, ആമാശയം, ഹൃദയം, വൻകുടൽ, ചെറുകുടൽ, നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള എല്ലാ ആന്തരിക അവയവങ്ങളും കോശങ്ങളും എല്ലാം ഇതേപോലെ ശുദ്ധീകരിച്ചിരിക്കുകയാണ്. എല്ലാം അതേ പ്രോസസ്സിങ്ങിലൂടെ കടന്നുപോയി അവിടെ ഉണ്ടായിരുന്ന എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഇതേപോലെ ഒഴുകി ഒഴുകി പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ പൂർണ്ണമായിട്ടും വെള്ളത്തിൽ മുങ്ങി എഴുന്നേറ്റിരിക്കുകയാണ്. ചെറുപ്പം മുതൽ ഇന്ന് വരെയുള്ള നിങ്ങളുടെ ചിന്തകൾ വന്നിരിക്കുന്ന എല്ലാ നെഗറ്റിവിറ്റിയും, നിങ്ങളെ ബാധിച്ചിരുന്ന എല്ലാ ദോഷങ്ങളും ഇതേപോലെ ചെളി രൂപത്തിൽ ഒഴുകി ഒഴുകി പോകുന്നത് നിങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ആന്തരിക അവയവങ്ങൾ, കിഡ്നി, ആമാശയം, ഹൃദയം, വൻകുടൽ, ചെറുകുടൽ, നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള എല്ലാ ആന്തരിക അവയവങ്ങളും കോശങ്ങളും എല്ലാം ഇതേപോലെ ശുദ്ധീകരിച്ചിരിക്കുകയാണ്. സാവധാനം മെഡിറ്റേഷന് വേണ്ടി വളരെയധികം റിലാക്സ്ഡായിട്ട് നിങ്ങൾ ആഴ്ത്തറയിലിരിക്കുക. നിങ്ങൾ ഒരു ബ്രീത്തിങ് ചെയ്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഓരോ തവണ നിങ്ങൾ ബ്രീത്തിങ് ചെയ്യുമ്പോഴും ആ പ്രകൃതിയിലെ ഏറ്റവും നല്ല പോസിറ്റീവ് എനർജി നിങ്ങളുടെ ശരീരത്തേക്ക് പ്രവേശിച്ച് ശരീരത്തിൽ നിന്നും ഏറ്റവും നല്ല പോസിറ്റീവ് എനർജി പുറത്തേക്ക് പോകുന്നതും നിങ്ങൾ ഫീൽ ചെയ്യുക. നിങ്ങളുടെ മനസ്സ് ശുദ്ധീകരിക്കുന്നതിൻ്റെ ഭാഗമായി മറ്റു വ്യക്തികളോട് എന്തെങ്കിലും തരത്തിലുള്ള വെറുപ്പോ പകയോ അത്തരത്തിലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് പൂർണ്ണമായിട്ടും പുറത്തു കൊടുക്കുക. നിങ്ങളുടെ ഇതുവരെ ചെയ്തിരിക്കുന്ന നന്മയിൽ നിന്ന് നിങ്ങളുടെ മനസ്സിൻ്റെ ശുദ്ധിയിൽ നിന്ന് നിങ്ങൾ അവർക്ക് പൂർണ്ണമായും പുറത്തു കൊടുക്കുക. ഓരോ വ്യക്തികൾക്ക് പുറത്തു കൊടുക്കുന്നതിലൂടെ നിങ്ങളുടെ മനസ്സ് കൂടുതൽ ശുദ്ധമാവുന്നതും നിങ്ങളുടെ ശരീരവും മനസ്സും കൂടുതൽ റിലാക്സേഷൻ ലഭിക്കുന്നതും നിങ്ങൾക്കിപ്പോൾ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടാവും. ഇനി മറ്റേതെങ്കിലും വ്യക്തികളോട് നിങ്ങൾ എന്തെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോടെല്ലാം മാപ്പപേക്ഷിക്കുക. ഓരോ വ്യക്തികളോടായിട്ട് നിങ്ങൾ പറയുക, ഐ ആം സോറി, ഞാൻ നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു. ഐ ആം വെരി സോറി. ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു, ഞാനും നിങ്ങളും തമ്മിലുണ്ടായിരിക്കുന്ന ആ പ്രശ്നത്തിന്. പ്ലീസ് ഫോർഗീവ് മീ. നിങ്ങൾ എനിക്ക് ദയവ് ചെയ്ത് മാപ്പ് നൽകണം. താങ്ക് യു. എനിക്ക് മാപ്പ് നൽകിയതിനും
എന്നെ ഹീല് ചെയ്തതിനും ഞാൻ നിങ്ങളോട് നന്ദി അറിയിക്കുന്നു. ഐ ലവ് യു. എന്നെ എൻ്റെ മുന്നത്തെ അതേ അവസ്ഥയിലേക്ക് തന്നെ എത്തിച്ചു തന്നതുകൊണ്ട് ഞാൻ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു. ഇനി നിങ്ങളോട് എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് തന്നെ മാപ്പ് ചോദിക്കുക. നിങ്ങളുടെ തൊട്ടു മുന്നേ നിങ്ങളുടെ അതേ രൂപത്തിലുള്ള ഒരു വ്യക്തിയെ കാണുക. അയാളോട് പറയുക, ഞാൻ പല സമയത്തായിട്ട് നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്, നിന്നെക്കൊണ്ട് ഒന്നിനും പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, പല രീതിയിൽ നിന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാത്തിനും ഞാൻ നിന്നോട് വളരെയധികം മാപ്പ് ചോദിക്കുന്നു. ദയവ് ചെയ്ത് നിൻ്റെ ജീവിതത്തിലുണ്ടായിരിക്കുന്ന അത്തരം എല്ലാ അനുഭവങ്ങൾക്കും എനിക്ക് മാപ്പ് നൽകുക. നിങ്ങളോടും മറ്റുള്ളവരോടും മാപ്പ് ചോദിച്ചതിലൂടെയും മറ്റുള്ളവർക്ക് പുറത്തു നൽകിയതിലൂടെയും നിങ്ങളുടെ മനസ്സിലും ശരീരത്തിലും ഉണ്ടായിരിക്കുന്ന ആ മാറ്റത്തെ നിങ്ങൾ വീണ്ടും തിരിച്ചറിയുക. Take a deep breathing and breathe out slowly. ഇനി നിങ്ങളുടെ ജീവിതത്തിലെ സ്വപ്നങ്ങളെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾ ഈ നിമിഷത്തിൽ എന്താണോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ കാര്യത്തെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അതിനെ പൂർണ്ണമായും ഒരു സിനിമയിൽ എന്നതുപോലെ നിങ്ങൾ കാണുക. അതിലുള്ള എന്താണോ നിങ്ങൾ സ്വപ്നം കാണുന്നത് അത് നേടിക്കഴിഞ്ഞതായി തന്നെ നിങ്ങൾ കാണുക. അതിലൂടെ നിങ്ങൾ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുക. അതിലുൾപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ, ആ സന്ദർഭങ്ങൾ, അതിൻ്റെ ഏറ്റവും പൂർണ്ണതയിൽ നിങ്ങളത് അനുഭവിക്കുക. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് എങ്ങനെ ലഭിച്ചുവോ അതേപോലെ തന്നെ അനുഭവിക്കുക. നിങ്ങളുടെ ശരീരത്തിൽ അത്തരം ഓരോ മാറ്റങ്ങളും നിങ്ങൾക്ക് ഫീൽ ചെയ്യുക. നിങ്ങളുടെ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ടും നിങ്ങളതിനെ പൂർണ്ണമായിട്ടും അനുഭവിക്കുക. ഞാൻ 1 മുതൽ 10 വരെ എണ്ണുന്ന സമയത്ത് നിങ്ങളുടെ വിഷ്വലൈസേഷൻ നിങ്ങളതിൻ്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോവുക. അതിൻ്റെ എനർജി, അതിൻ്റെ ഫ്രീക്വൻസി ലെവൽ ഏറ്റവും ഹയർ ലെവലിലേക്ക് നിങ്ങൾ കൊണ്ടുപോകുന്നതിന് ശ്രമിക്കുക. 1 2 3 നിങ്ങളുടെ ഫ്രീക്വൻസി റേഞ്ച് കൂടിക്കൊണ്ടേയിരിക്കുക. 4 5 6 7 8 നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നേടിയതായിട്ട് ഫീൽ ചെയ്തുകൊണ്ടേയിരിക്കുക. 9 10 ഇപ്പോൾ നിങ്ങൾ ഏറ്റവും സന്തോഷവാനായ ഒരു വ്യക്തിയാണ്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ മുഖത്തും നിങ്ങളുടെ ശരീരത്തിലുമൊക്കെ നിങ്ങൾക്ക് ആ സന്തോഷം കാണാവുന്നതാണ്. നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ആ റൂം നിറയെ നിങ്ങൾക്ക് ആ പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. നിങ്ങളുടെ ചുറ്റിലും നിങ്ങൾക്ക് നിങ്ങളുടെ സന്തോഷത്തെ ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ടാവും. നിങ്ങളിപ്പോൾ ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ വ്യക്തിയായി മാറിയിരിക്കുകയാണ്.
ആ സന്തോഷത്തിൽ തന്നെ ലയിച്ച് കുറച്ചു നേരം കൂടെ നിങ്ങളിരിക്കുക. ഇനി ഞാൻ 3 വരെ എണ്ണുന്ന സമയത്ത് സാവധാനം നിങ്ങൾക്ക് മെഡിറ്റേഷനിൽ നിന്നും പുറത്തു വരാവുന്നതാണ്. ശേഷം നിങ്ങളുടെ കൈകൾ നല്ല രീതിയിൽ കൂട്ടിത്തിരുമ്മി ചൂടാക്കി നിങ്ങളുടെ കവിളിലും കണ്ണിലും വെച്ചതിന് ശേഷം സാവധാനം നിങ്ങൾക്ക് കണ്ണുകൾ തുറക്കാവുന്നതാണ്. 1. Take a deep breathing. Hold it. Breathe out slowly. 2. Take a deep breathing. Hold it. Breathe out slowly. 3. Take a deep breathing. Hold it. Breathe out slowly. മാജിക് മോർണിംഗ് ബി മാജിക്കിന്റെ 2110 എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉള്ളിലെ ലോകം എന്ന ടോപ്പിക്കിൽ സെഷൻ ലീഡ് ചെയ്യുവാൻ ഡോക്ടർ ലിഷാന കുരിക്കൽ മാമിനെ ക്ഷണിക്കുന്നു. വെൽക്കം മാം. വെൽക്കം. താങ്ക് യു. ഹായ്. ഓഡിബിൾ ആണോ? ഹലോ. മാജിക് അതെ 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 മാം അതെ അതെ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമ്മുടെ ഉള്ളില് സ്വന്തമായിട്ട് നമുക്കൊരു ലോകം വേണമെന്ന് തോന്നിയിട്ടുണ്ടോ? നല്ല അടിസ്ഥാനമുള്ള, ആർക്കും എടുത്തുകൊണ്ട് പോകാൻ കഴിയാത്തൊരു ലോകം. അങ്ങനെ ഒരു ലോകം നമുക്ക് വേണം എന്ന് നമ്മുടെ കുഞ്ഞുണ്ണി മാഷ് ഓർമ്മിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു വളപ്പൊട്ടുണ്ടെൻ കയ്യിൽ, ഒരു മയിൽപ്പീലിയുണ്ടെൻ ഹൃദയത്തിൽ, വിരസ നിമിഷങ്ങൾ സരസമാക്കാൻ ഇവ ധാരാളമാണെനിക്കുന്നു. ഒരു വളപ്പൊട്ടുണ്ടെൻ കയ്യിൽ, ഒരു മയിൽപ്പീലിയുണ്ടെൻ ഹൃദയത്തിൽ, വിരസ നിമിഷങ്ങൾ സരസമാക്കാൻ ഇവ ധാരാളമാണെനിക്കുന്നു. എൻ്റെ വിരസ നിമിഷങ്ങൾ അതിനെ നല്ല ഭംഗിയുള്ളതാക്കാന്, നല്ല സന്തോഷമുള്ളതാക്കാൻ, മീനിങ് ഫുൾ ഉള്ളതാക്കാൻ എനിക്ക് പുറമേന്ന് വലിയ വലിയ കുറെ കാര്യങ്ങളുടെ ഒന്നും ആവശ്യമില്ല. എനിക്ക് അതിനുള്ളത് എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ട്. അതായത് എൻ്റെ അടുത്തുള്ള ഒരു ചെറിയ കുപ്പി വളപ്പൊട്ട്, എൻ്റെ ഹൃദയത്തിലുള്ള ഒരു മയിൽപ്പീലി, ഇതൊക്കെ മാത്രം മതി എനിക്ക് എന്നിലെ എന്നെ ഞാനായിട്ട് നിലനിർത്താൻ. ഇത് നമുക്ക് കുഞ്ഞുണ്ണി മാഷ് ഒരു ചെറിയ ഒരു വലിയ കവിതയിലൂടെ പറഞ്ഞു തരാണ്. ഈ ഒരു കവിത നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ടോക്ക് തുടങ്ങാണ്. എന്നെ ഇതിലേക്ക് വിളിച്ചതിന് ഒരുപാട് സന്തോഷം. എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നമസ്കാരം പറയാണ്. എൻ്റെ പേര് ലിഷാന കുരിക്കൽ. ഞാനൊരു ഡെന്റിസ്റ്റ് ആണ്. മലപ്പുറം ജില്ലയിൽ താനൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ താമസവും എൻ്റെ ഡെന്റൽ പ്രാക്ടീസും ഒക്കെ. അപ്പോ ചെറിയ ജലദോഷത്തിന്റെ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും അസൗകര്യം വരികയാണെങ്കിൽ ആദ്യം തന്നെ ക്ഷമ ചോദിക്കാണ്. എനിക്കൊരു 5 വയസ്സുള്ള മകനുണ്ട്. അപ്പോ അവനെ എനിക്ക് എല്ലാവർക്കും കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ശരി. എനിക്ക് 5 വയസ്സുള്ള ഒരു മകനുണ്ട്. അപ്പോ അവനെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് എനിക്ക് അസാധാരണമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കുറെ ആൾക്കാർക്കൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് ഞാനത് ആർക്കും കേട്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് അനുഭവിക്കുമ്പോഴാണ് ഞാൻ അറിയണത് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് സ്ക്രീൻ പറ്റില്ല.
ഒന്നിന്റെ സ്ക്രീൻ പറ്റില്ല, മൊബൈൽ ഫോൺ പറ്റില്ല, ലാപ്ടോപ്പ്, TV, കമ്പ്യൂട്ടർ ഒന്നും പറ്റില്ല. അപ്പോ അതൊക്കെ ആലോചിക്കുമ്പോ തന്നെ ഇങ്ങനെ ഉള്ളുന്നൊരു എന്തോ ഒരു ഇങ്ങനെ നമുക്ക് ഛർദ്ദിക്കാനൊക്കെ വരുന്ന പോലെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോ ഈ പ്രഗ്നൻസിന്റെ ആദ്യത്തെ മാസമൊക്കെ എനിക്ക് വായിക്കാനൊക്കെ പറ്റുമായിരുന്നു. അത് കഴിഞ്ഞപ്പോ വായിക്കാനും പറ്റണ്ടായി. പുസ്തകം വായിക്കാന് അത് പറ്റുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോ അതും പറ്റാണ്ടായി. അങ്ങനെ എനിക്ക് പുസ്തകം വായിക്കാൻ ഇഷ്ടമാണ്. അതേപോലെ തന്നെ ഇഷ്ടമാണ് സിനിമ കാണാൻ. പക്ഷെ എനിക്ക് രണ്ടും നടക്കണില്ല. സിനിമ കാണാനുള്ള ആഗ്രഹം ഇങ്ങനെ കൂടി 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 വരികയാണ്. അപ്പൊ ഇതിങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് അത്രയ്ക്ക് വലിയ ആഗ്രഹം. ഇങ്ങനെ ഇത് തീരെ പറ്റാത്തതുകൊണ്ട് ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഒരു ദിവസം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാല്, ഞാൻ അങ്ങനെ ഇരുന്ന് ഇങ്ങനെ മനസ്സിൽ കൂടെ നമ്മൾ അതുവരെ കണ്ടിട്ടുള്ള സിനിമകളില്ലേ, ഇപ്പം പഴയ മോഹൻലാലിന്റെ, ദിലീപിന്റെ, അങ്ങനെ കുറെ നമ്മളിങ്ങനെ റിപ്പീറ്റ് അടിച്ച് കണ്ടിട്ടില്ല. അതൊക്കെ ഞാൻ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ മനസ്സിൽ കൂടെ ഓടിച്ച് ഇങ്ങനെ ശരിക്കും ഒരു സീക്വൻസ്, ഒരു സിനിമ പോലെ ഞാൻ ഇരുന്ന് കാണാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ എൻ്റെ ആ ഒരു സിനിമ കാണാനുള്ള ആഗ്രഹത്തെ ഇത് ചെയ്തത്. ഞാൻ പണ്ട് വായിച്ചിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറി ഉണ്ട്. ഒരു ഇംഗ്ലീഷ് ഷോർട്ട് സ്റ്റോറിയാണ്, എനിക്ക് പേര് ഓർമ്മയില്ല. അതിനകത്തെ നായകന് അവരെ എങ്ങനെയാന്ന് വെച്ചാല് എന്തോ ഒരു കുറ്റം ആരോപിച്ചിട്ടാണ് അവരെ തടവിലാക്കുക ചെയ്യുന്നത്. ജീവപര്യന്തം പോലെയുള്ള ശിക്ഷയാണ്. പക്ഷെ ഏകാന്ത ജയിൽവാസാണ്. ഒറ്റയ്ക്ക് അയാൾ അവിടെ പാർക്കണം. ആരായിട്ടും സഹതടവുകാരായിട്ടും ഒന്നും ഇന്ററാക്ഷൻ പറ്റില്ല. അയാൾക്ക് ന്യൂസ് പേപ്പർ കൊടുക്കുന്നില്ല, പുസ്തകം ഒന്നും കൊടുക്കുന്നില്ല, ഒന്നും അയാൾക്ക് ഒന്നും ഇല്ല. അയാൾ ഒറ്റയ്ക്ക് അങ്ങനെ താമസിക്കുകയാണ്. ആ സമയത്ത് അയാൾ എന്താ ചെയ്തത്? അയാൾക്ക് ജീവിക്കേണ്ട എന്തെങ്കിലും വേണ്ടേ നമുക്ക് ജീവിക്കാന്? അപ്പൊ അയാൾ എന്താ ചെയ്തതെന്ന് വെച്ചാല്, അയാൾ അങ്ങനെ ഇരുന്ന് ഇങ്ങനെ അയാൾ അത്ര കാലം ജീവിച്ചപ്പോ അയാള് വായിച്ചു കൂട്ടിയ പുസ്തകങ്ങള്, അയാള് കണ്ട ആളുകള്, അവരായിട്ട് സംസാരിച്ചത്, അയാള് അല്ലാതെ അയാൾക്ക് കിട്ടിയ അറിവുകള്, എല്ലാ അയാളുടെ ഓരോരോ ഐഡിയാസ്, കൺസെപ്റ്റ്സ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അയാൾ അങ്ങനെ ഓർത്തെടുത്ത് അയാൾക്ക് പോലും അറിയാത്ത കാര്യങ്ങള് അയാളുടെ ഉള്ളിലുണ്ട് എന്ന് അയാൾക്ക് പോലും അറിയാത്ത കാര്യങ്ങളാണ് അയാൾ ആ സമയത്ത് അങ്ങനെ ഓർത്തെടുത്ത് അങ്ങനെയാണ് അയാൾ ജീവിച്ചത് അതിൻ്റെ അകത്ത്. അപ്പൊ നമുക്ക് ചില സമയങ്ങളുണ്ട്, നമുക്ക് എങ്ങനെയാന്ന് വെച്ചാല് നമ്മുടെ ഉള്ളിൽ നിന്നും എടുത്തിട്ട് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥകളുണ്ട്. ഇനിയിപ്പോ നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ ഇപ്പൊ വരുന്നില്ല. സത്യം പറഞ്ഞാല് നമുക്ക് ഇൻഫർമേഷന്റെ അതിപ്രസരാണ്. ഒരുപാട് ആയിരക്കണക്കിന് കാര്യങ്ങളാണ് നമ്മുടെ ഇപ്പൊ റീൽസ് ഒക്കെ എന്ന് പറഞ്ഞാല് ഒരു ചെറിയ ക്യാപ്സ്യൂൾ പോലെ ആക്കിയിട്ടാണ് പല പല കാര്യങ്ങള്. ചിലപ്പോൾ വലിയ വലിയ അറിവുകളായിരിക്കും, ചിലപ്പോൾ വളരെ കച്ചറ കാര്യങ്ങൾ ഉണ്ടായിരിക്കും, അതിന്റെ കൂടെ തന്നെ വലിയ വലിയ അറിവുകൾ ഉണ്ടാവും. ഭയങ്കര നമ്മൾ ചിന്തിക്കാത്ത തരത്തിലുള്ള തോട്ട്സ് ഉണ്ടാവും. പല പല ടൈപ്സ് ഉള്ള പെർസ്പെക്ടീവ്സ്, ഒപ്പീനിയൻസ്, ഇതൊക്കെ നമ്മളിങ്ങനെ ഇങ്ങനെ ക്യാപ്സ്യൂൾ ആക്കിയിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് ഇങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കുറെ കാര്യങ്ങൾ. പക്ഷെ ഉണ്ടാവേണ്ടത് എന്താന്ന് വെച്ചാല്, നമ്മുടെ ഉള്ളിലുള്ള ലോകമില്ലേ, അതിങ്ങനെ ചുരുങ്ങാണ്. പുറമേ കുറെ കാര്യങ്ങൾ തട്ടി തട്ടി പോകുന്നുണ്ടെങ്കിലും ഉള്ളിൽ ഉള്ള ആ ഒരു ലോകല്ലേ, അതിങ്ങനെ ചുരുങ്ങാണെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് ചുരുങ്ങാതിരിക്കണം. നമ്മള് അതിനെ എങ്ങനെ കാത്തു സൂക്ഷിക്കണം, അതിനെ വലുതാക്കണം, അതിന് ആഴങ്ങൾ ഉണ്ടാക്കണം. അതാണ് ഇന്നത്തെ എൻ്റെ ഒരു ഞാൻ ഇപ്പൊ ഇങ്ങനെ ഈ ഒരു ടോക്ക് നടക്കുമ്പോൾ എനിക്ക് തരാനുള്ള ഒരു ടേക്ക് അവേ എന്ന് പറഞ്ഞാല് അതാണ്. എന്താന്ന് വെച്ചാല് നമ്മൾ ഉള്ളിലേക്ക് നോക്കണം. ഇൻട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞ കാര്യമുണ്ട്. അത് നമ്മൾ ഇൻട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്കുള്ള നോട്ടം, ഇന്റേണൽ ഇൻസ്പെക്ഷൻ എന്നാണ്. അപ്പൊ നമ്മൾ ഉള്ളിലേക്ക് നോക്കണം. നമ്മൾ ഉള്ളിലേക്ക് നോക്കി അതിനോട് ചോദ്യങ്ങൾ ചോദിച്ച് നമ്മുടെ ഉള്ളുമായിട്ട് നമ്മളിങ്ങനെ കുറച്ചേരം ഒറ്റയ്ക്ക് ഇരുന്ന് ഇപ്പോ എനിക്കുള്ള ജീവിതാനുഭവം അത് ഈ ലോകത്ത് വേറെ ആർക്കും ഉണ്ടാവില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഒരാൾക്കുള്ള ആ ഒരു അനുഭവം ഈ ലോകത്ത് വേറെ ആർക്കും ഉണ്ടാവില്ല. അപ്പോ ഇത്ര കാലം നമ്മള് ഈ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മൾ ആ തടവുകാരന്റെ കാര്യം പറഞ്ഞു, അവര് അത്ര കാലം ആർജിച്ചെടുത്ത കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ അയാളുടെ ജീവിതത്തില്, അത് അയാൾക്ക് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഇപ്പോ നമുക്ക് നമ്മളെ ഉള്ളിൽ, ഞാൻ പറഞ്ഞില്ലേ നമ്മളെ ഉള്ളുമായിട്ട് നമ്മൾ കുറെ നേരം ഇരിക്കണം എന്ന്, നമ്മളെ കുറെ അനുഭവങ്ങൾ വെച്ച് ഇപ്പം നമ്മൾ അങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യണ പോലെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാല് എഴുതുന്നത്. ഇപ്പോ നമ്മളൊരു പേന എടുത്ത് ഒരു പുസ്തകത്തില് ഇപ്പൊ ജേർണലിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിപ്പോ അത് വലിയ ട്രെൻഡ് ആക്കിയിട്ട് ചെയ്യുന്ന കാര്യമാണ്. ഇപ്പൊ നമ്മളൊരു പേന എടുത്ത് ഒരു പുസ്തകത്തിൽ എഴുതാനിരിക്കുമ്പോ മാത്രം
നമുക്ക് ഇങ്ങനെ 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 കാര്യങ്ങൾ ഇങ്ങനെ വരും. അതായത് അപ്പൊ മാത്രം വരുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പോ ആഹ് നമ്മള് ഒരു പേന എടുത്തിട്ട് പുസ്തകത്തിന്റെ മുന്നിൽ ഇരുന്ന് ഇങ്ങനെ എഴുതുമ്പോ നമ്മൾ ശരിക്കും നമ്മളുമായിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പോലും നമുക്കറിയുന്ന നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും ഈ പേനയുടെ തുമ്പത്തുകൂടെ നമ്മുടെ ഈ പുസ്തകത്തിലേക്ക് വരുന്നത്. അപ്പോ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാല് ഉം നമ്മളെ ഉള്ളിലുള്ള ലോകത്തിനെ വളർത്തുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതിന് നമ്മൾ ശരിക്കും ആഹ് ഒരു സമയം കണ്ടെത്തണം. കാരണം ഈ ലോകത്തിന് അത് ആവശ്യമുണ്ട്. ഉം ഇപ്പോ ഈ ലോകത്തിന് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോ ഒരു നമ്മളിപ്പോ ഒരു പുസ്തകം വായിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ആൾക്കാരുടെ അടുത്ത് സംസാരിച്ചിട്ട് നമുക്കൊരു അറിവ് കിട്ടുകയാണ്. ആ അറിവ് കിട്ടുമ്പോ ഉം എനിക്ക് ഒരു അറിവ് കിട്ടി, രണ്ടാമത്തെ അറിവ് കിട്ടി. അത് കഴിഞ്ഞിട്ട് എനിക്ക് മൂന്നാമത്തെ ഒരു അറിവ് കിട്ടുമ്പോ, അല്ലെങ്കിൽ മൂന്ന് കഴിഞ്ഞ് നാലാമത്തെ ഒരു അറിവ് കിട്ടുമ്പോ, അതിങ്ങനെ 1, 2, 3 അത് കഴിഞ്ഞിട്ട് എനിക്ക് 4 എന്ന് പറഞ്ഞ അറിവല്ല കിട്ടുന്നത്. ഈ 4 എന്ന് പറഞ്ഞ അറിവില്ലേ, ആ അറിവ് എന്റെ ഈ 1ന്റെ ഇതുമ്മേ ഇങ്ങനെ വരും. ഈ 1ന്റെ മേലെ വേറെ രീതിയിൽ പെർസ്പെക്റ്റീവിൽ ചിന്തിക്കാന് ഈ 4ഉം കൂടെ വരുമ്പോ അത് വേറൊരു അറിവാവും, ഇവിടെ വേറൊരു അറിവാവും, ഇത് വേറൊരു അറിവാവും. ഇതിന്റെ കൂടെ നമ്മുടെ ചിന്തകൾ, നമ്മുടെ വേറെ വേറെ പെർസ്പെക്റ്റീവ്സ്, ഇതെല്ലാം കൂടി കൂടുമ്പോ അറിവ് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയല്ല പോവാ, ഇങ്ങനെ 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 ഇങ്ങനെയാണ് പോവാ. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ കൂടെ ഇരിക്കുമ്പോ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മള് ആഹ് നമ്മളോടൊപ്പം അങ്ങനെ ഇരിക്കുമ്പോ ഉം നമ്മുടെ ഉള്ളില് ഒരു ആഹ് ഇങ്ങനെ എന്താ പറയാ, ഒരു ലോകം ഇങ്ങനെ വളർന്നു വളർന്നിരിക്കുന്നുണ്ട്. ഇപ്പൊ പുറമേ നിന്നുള്ള കാര്യങ്ങൾക്ക് ഇപ്പൊ നമ്മളെ പല പല വിഷമങ്ങളും, ഇപ്പം ചിലപ്പോ നമ്മൾ ഒറ്റയ്ക്കാവണതായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊന്നും നമ്മളെ ബാധിക്കില്ല. ഉം പുറമേ നിന്നുള്ള പല കാര്യങ്ങളും ആം, അതിന് അതിന് പിന്നെ കുലുക്കാൻ കഴിയാത്ത ഒരു കോട്ട പോലെ നമ്മുടെ ഉള്ളില് ഒരു ലോകം. ആഹ് എനിക്ക് ചില സമയത്ത് എനിക്ക് രണ്ടിന്റെയും വ്യത്യാസം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ആ ഒരു ലോകം ഉള്ളതിന്റെയും ഇല്ലാത്തതിന്റെയും വ്യത്യാസം അറിഞ്ഞിട്ടുണ്ട്. ചില സമയത്ത് നമ്മള് അങ്ങനെ പെട്ടുപോകും. നമ്മൾ ഈ ജീവിതത്തിന്റെ ഇതിനനുസരിച്ചിട്ട് നമ്മൾ ഭയങ്കര സൂപ്പർഫിഷ്യൽ ആവും. അപ്പൊ ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെറിയ വിഷമം വരുമ്പോൾ പോലും നമുക്കത് എടുക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ ഉള്ളിൽ ഒരു റിസർവോയർ ഇല്ല. വേറെ ഒരു കാര്യം നമുക്കത് എടുക്കാൻ പറ്റില്ല. കാരണം നമുക്ക് പുറമേ നിന്നുള്ള കാര്യങ്ങൾ വേണം നമുക്ക് ജീവിക്കാന്. അതല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനത്തെ നമുക്ക് ഒരു ലോകമുള്ള ആൾക്കാർക്ക് ശരിക്കും നമുക്ക് കുറച്ചും കൂടെ നമുക്ക് ജീവിതത്തിനെ നല്ല രീതിയിൽ അഭിമുഖീകരിക്കാൻ പറ്റും. APJ അബ്ദുൽ കലാമിനെ എല്ലാവർക്കും അറിയില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പണ്ട് ഞാനിങ്ങനെ അവര് ജീവിച്ചിരിക്കുമ്പോ തന്നെ ഞാനിങ്ങനെ ഭയങ്കര അത്ര ജെനുവിൻ ആയിട്ടുള്ള ഒരു മനുഷ്യൻ എന്ന് തോന്നിയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ അവരെ മരണവും അവർ ആഗ്രഹിച്ച പോലത്തെ ഒരു മരണവും കിട്ടി എന്നുള്ളത് എനിക്ക് ഭയങ്കര അത്ഭുതമായി തോന്നിയിട്ടുണ്ട്. APJ അബ്ദുൽ കലാം. കാരണം ഇങ്ങനെ കുട്ടികൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുഴഞ്ഞു വീണിട്ടാണ് അവർ മരിക്കുന്നത്. അവരങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അതാണ് ഇഷ്ടം, ഏറ്റവും കൂടുതൽ എനിക്ക് അതാ ഇഷ്ടം, എനിക്ക് അങ്ങനെ മരിക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞതായിട്ട് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. അപ്പോ APJ അബ്ദുൽ കലാം എഴുതിയൊരു പുസ്തകമുണ്ട്, അഗ്നിച്ചിറകുകൾ. അപ്പോ അവരുടെ ഒരു ആത്മകഥയാണ്. അപ്പൊ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു സാറ്, ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ എനിക്ക് വായിക്കാൻ വേണ്ടി തന്നായിരുന്നു ആ പുസ്തകം. അപ്പൊ അന്ന് വായിച്ചിട്ട് അന്ന് ഞാൻ കുറിച്ചു വെച്ച അതില് വരികളുണ്ട്. അവരെന്താന്ന് വെച്ചാല് രാമേശ്വരത്ത് പിന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന സുഹൃത്തുക്കളെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണത്. അപ്പോ കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അത്രേ. അവർക്ക് കാര്യമായിട്ടൊന്നുമില്ല. അവർക്ക് വലിയ വലിയ സമ്പത്തൊന്നും കാര്യങ്ങളൊന്നുമില്ല ഈ സുഹൃത്തുക്കൾക്ക്. അപ്പോ എന്നാലും APJ അബ്ദുൽ കലാം ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ സമ്പന്നരാണ് ഈ സുഹൃത്തുക്കൾ എന്നാണ് നമ്മള് കലാം അവര് പറയുന്നത്. അപ്പോ അതിനകത്ത് എഴുതിയിരിക്കണ എങ്ങനെയായിരുന്നു: ഭൗമശംഖുലി മുഴങ്ങുന്ന കോറമണ്ടൽ തീരദേശത്ത് മണൽ പരപ്പിനു മധ്യത്തിലായി തികച്ചും സമ്പന്നരാം ചിലർ ജീവിച്ചിരുന്നു. ഒരു കോട്ടൺ ലുങ്കി, ഒരു പാതി മെഴുകുതിരി, പിടിയറ്റുപോയ പഴയൊരു കൂജയും മണൽ പരപ്പിലെ ഈ മന്നന്മാരുടെ ലൗകിക ആസ്തികൾ ഇവ മാത്രമായിരുന്നു.
ആ കോറമണ്ടൽ തീരദേശത്ത് മണൽപ്പരപ്പിന് മധ്യത്തിലായി ജീവിച്ചിരുന്ന അവർക്ക് കയ്യില് ശരിക്കും ബാക്കി പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് അവർക്ക് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത് ഒരു കോട്ടൺ ലുങ്കി, ഒരു പാതി മെഴുകുതിരി, പിടിയേറ്റ് പോയ പഴയ പൂജ, ഇതൊക്കെ മാത്രമേ അവരുടെ അടുത്തുള്ളൂ. പക്ഷെ അവരായിരുന്നു APJ അബ്ദുൽ കലാം കണ്ട ഏറ്റവും വലിയ സമ്പന്നര്. എങ്ങനെയാണ് അദ്ദേഹം പറയണത് എന്താന്ന് വെച്ചാൽ, ഇവർക്ക് ആശ്രയിക്കാൻ ഒന്നുമില്ലാതെ അവരെങ്ങനെയാണ് അത്ര സുരക്ഷിതത്വ ബോധം അനുഭവിച്ചത് എന്നാണ്. അത് അവരുടെ നിലനിൽപ്പിനുള്ളത് അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ കരുതിയിരുന്നു എന്ന് നമ്മുടെ അവര് പറയുന്നുണ്ട്. എനിക്കത് ഭയങ്കര അന്ന് അത് വായിച്ച 14 വയസ്സുകാരി കുട്ടിക്ക് എനിക്കത് എനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യമായിരുന്നു ആ ഒരു കാര്യം. എനിക്ക് വേറെ ഇഷ്ടമുള്ള ഒരു വ്യക്തിത്വമാണ് സുഷ്മിത സെൻ. മിസ് യൂണിവേഴ്സ് ആയിരുന്നിട്ടുള്ള. അപ്പോൾ അവര് ഇന്റർവ്യൂ ഞാൻ ഒരു ഇതിൽ കണ്ടതാണ്. പിന്നെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ അവർ ഇന്റർവ്യൂ ചെയ്യാൻ വന്ന ആ ലേഡി പറയുന്നത് എന്താന്ന് വെച്ചാല്, മാഡത്തിന് ഞാൻ 10 വർഷം മുമ്പ്, ഈ ഇന്റർവ്യൂ ചെയ്യാൻ വന്ന ആള് പറയാ, ഞാൻ 10 വർഷം മുമ്പേ ഞാൻ നിങ്ങളെ കണ്ടിട്ടുണ്ട്. അപ്പോ ആ സമയത്ത് ചിലപ്പോൾ മാഡത്തിന് ഓർമ്മ ഉണ്ടാവില്ല, പക്ഷെ ആ ഒരു കാര്യം ഞാൻ ഒരിക്കലും അത് മറന്നിട്ടില്ല. എനിക്ക് അത്ര ലൈവ്ലി ആയിട്ട് എൻ്റെ ഉള്ളിൽ അന്ന് ഉണ്ടായിട്ടുള്ള കോൺവെർസേഷൻസ് എൻ്റെ ഉള്ളിലുണ്ട് മാമുമായിട്ട് അന്ന് ഉണ്ടായിട്ടുള്ളത്. എങ്ങനെയാണ് നിങ്ങൾക്ക് അതിങ്ങനെ പറ്റുന്നത്? ആൾക്കാർ ഇങ്ങനത്തെ രീതിയിൽ ടച്ച് ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് പറ്റുന്നത്? ഹൗ ഡു യു ഡു ദാറ്റ് എന്ന് ഇവര് ചോദിക്കുകയാണ് സുഷ്മിത സെന്നോട്. അപ്പൊ സുഷ്മിത സെൻ പറഞ്ഞു, ഞാന് ചെറുതാവുമ്പോ, അതായത് ഞാനിങ്ങനെ വളർന്ന് കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഗ്രാൻഡ് ഫാദർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മള് അച്ചീവ്മെന്റ്സ്, നമ്മുടെ എല്ലാ അച്ചീവ്മെന്റ്സ്, നമ്മൾ എന്തൊക്കെ സമ്പാദിക്കുന്നു, എന്തൊക്കെ ചെയ്യണു, ഇതൊന്നും അല്ല ഇതൊന്നും ചിലപ്പോൾ ആൾക്കാർ ഓർത്തിരിക്കില്ല. നിന്റെ പേര് ചിലപ്പോൾ ആൾക്കാർ ഓർത്തിരിക്കില്ല. നീ എന്തൊക്കെ ഈ ജീവിതത്തിൽ അച്ചീവ് ചെയ്തു എന്നുള്ളത് ആൾക്കാർ ഓർത്തിരിക്കില്ല. പക്ഷെ അവരൊരിക്കലും മറക്കാത്തൊരു കാര്യമുണ്ട്. അതെന്താണെന്നറിയോ? ഹൗ യു മേക്ക് ദം ഫീൽ. നിന്റെ അടുത്ത് സംസാരിച്ചപ്പോ, നിന്റെ അടുത്ത് ഇടപഴകുമ്പോ നീ എങ്ങനെയാണ് അവരെ ഫീൽ ചെയ്യിപ്പിക്കണത്, ആ ഒരു കാര്യമില്ലേ, അത് ആൾക്കാർക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതാണ് ഈ ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന ആള് 10 വർഷങ്ങൾക്കപ്പുറം അത്ര ഇതായിട്ട് അവരെ ഓർത്തിരിക്കുന്നത്. അവരൊരു സെലിബ്രിറ്റി ആയതുകൊണ്ട് ഉള്ള ഓർത്തിരിക്കലിനെ കുറിച്ചല്ല പറഞ്ഞത്. അവരെ ഉള്ളിൽ ടച്ച് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോ ഞാൻ പറഞ്ഞില്ലേ, നമ്മളിങ്ങനെ എൻ്റെ ഒരു ഇതില് നമ്മുടെ ഉള്ളില് ആ ഒരു ലോകം ഇങ്ങനെ വിശാലായിട്ടുള്ള ഒരാൾക്ക് അവർക്കൊരു ഡെപ്ത് ഉണ്ടാവും, അവർക്കൊരു ഭയങ്കര ഒരു കാംനെസ് ഉണ്ടാവും, പിന്നെ അവർക്കൊരു റിച്ച്നെസ് ഉണ്ടാവും. അവര് സമ്പന്നരായിരിക്കും, മനസ്സിലായോ? അതായത് അവർക്ക് ഫീൽ ചെയ്യിപ്പിക്കാൻ പറ്റും. അവർക്ക് ആളുകളെ അവരെ ഹൃദയം കൊണ്ട് അറിയും, മനസ്സിലായോ? അതായത് ഇപ്പൊ നമ്മളെ ഞാൻ പറഞ്ഞ പോലെ നമ്മളെ വളർത്തി കഴിഞ്ഞാല്, നമ്മുടെ ഉള്ളില് ആ ലോകത്തിന് നമ്മൾ ഇങ്ങനെ ഇൻപുട്സ് കൊടുത്തു കഴിഞ്ഞാല്, അത് നമുക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മൾ ഈ പറഞ്ഞ ഇങ്ങനത്തെ കൺസ്യൂം ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും അത് ചെയ്യാൻ പറ്റില്ല. അപ്പോ നമ്മൾ അങ്ങനെ വളർത്തി കഴിഞ്ഞാല് നമ്മൾ ശരിക്കും മാറ്റും. നമ്മള് അതിനു മുമ്പും അതിനു ശേഷവും എന്നുള്ള പോലെ നമ്മളാവും. അപ്പോ നിങ്ങൾ പറഞ്ഞ ഈ 5 AM ക്ലബ്ബ് എന്ന് പറഞ്ഞാല് നിങ്ങൾ ഡെയിലി ചെയ്യുന്ന, ഇപ്പോ നമ്മളിപ്പം ആറ്റോമിക് ഹാബിറ്റ്സിലെ മൈക്രോ ഹാബിറ്റ്സിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പൊ നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡെയിലി ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു ഡെയിലി ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഉള്ളിലേക്ക് ഒരു ഇത് കൊടുക്കാനുള്ള ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് നമ്മൾ കണ്ടെത്തണം. പതിയെ നമ്മൾ ശരിക്കും എൻറിച്ച്ഡ് ആവണത് നമ്മൾ അറിയും. ഞാൻ വിശ്വസിക്കുന്ന ഒരു ഫിലോസഫി ഉണ്ട്. എന്നുവെച്ചാൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളല്ല, നമ്മുടെ സാഹചര്യങ്ങളോ അതൊന്നുമല്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മളെ ജീവിതം.
നമുക്ക് ആൾക്കാർക്ക് ഉം, നമുക്ക് നമുക്ക് കൊടുക്കാനുണ്ട്. നമുക്ക് ഒന്നും കിട്ടാതെ നമ്മൾ കൊടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. എന്നാലും നമുക്ക് കൊടുത്തുകൊണ്ട് കിട്ടാൻ പറ്റുന്ന ഇതുണ്ട്. ശരിക്കും അതാണ് നമ്മളെ ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു തോട്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് ഇട്ട് തന്നിട്ട് ഞാൻ എൻ്റെ ടോക്ക് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. നല്ലൊരു ഫ്ലോ ആയിട്ട് നല്ലൊരു ഒഴുക്കുള്ള ഒരു ക്ലാസ് ആയിരുന്നു. അപ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് ബി മാജിക് മെമ്പേഴ്സിനെ ക്ഷണിക്കുന്നു. പറഞ്ഞോളൂ മണി സാറേ. ഡോക്ടർ ഹായ്. നന്നായിരുന്നു ക്ലാസ്. നല്ലൊരു സബ്ജക്റ്റ് ആണ്, ഒരു വെറൈറ്റി, വേറെ ഒരു സബ്ജക്ട്. നമ്മളെ ഉള്ളിലേക്ക് തന്നെ നമ്മൾ നോക്കുക, നമ്മളെ ക്വാളിറ്റി എന്താന്ന് മനസ്സിലാക്കുക. കുറച്ചു നേരം കണ്ണടച്ച് മൗനമായിട്ട് ഇരുന്നാൽ തന്നെ ഏകദേശം നമ്മളിലേക്ക് എത്താനും, അതുപോലെ പല സ്ഥലങ്ങളിലും നമുക്ക് എപ്പോഴെങ്കിലും ഒരു ശാന്തത ലഭിക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിരുന്ന് കുറച്ചു നേരം നമ്മൾ കണ്ണടച്ചിട്ടോ അല്ലെങ്കിൽ അല്ലാതെ ഒരു സുഖകരമായ രീതിയിൽ ബീച്ചിലോ അല്ലെങ്കിൽ വല്ല നല്ല പ്രകൃതി സമ്പന്നമായ സ്ഥലത്ത് ഇപ്പൊ നമ്മളെ അറിയാനും നമ്മളെ കാര്യങ്ങളും നമ്മളെ ചിന്തകൾ എങ്ങനെ വളരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ, അപ്പൊ നമ്മളിലുള്ള ഒരുപാട് നല്ല നല്ല കാര്യങ്ങളും അതുപോലെ തന്നെ കഴിവുകൾ തിരിച്ചറിയാനും ഈ ലോകത്തിലുള്ള മറ്റുള്ള പുറമേയുള്ള കാര്യങ്ങൾ ബാധിക്കാതെ നമ്മളുടെ ഉള്ളിലുള്ള കാര്യങ്ങളും നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, മറ്റുള്ളവരെ സഹായിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുക്കാനോ അതിൽ നിന്നൊരു സന്തോഷം നേടാനുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അപ്പം ഇത്തരം നമ്മൾ ഒതുങ്ങി മറ്റ് പുറമേ ഒരുപാട് കാര്യങ്ങളിലേക്ക് വിഷയങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒന്നിനൊരു ഒരു കോൺസെൻട്രേഷൻ നമുക്ക് കിട്ടാറില്ല. അപ്പോൾ നമ്മളുടെ ഉള്ള കഴിവുകൾ മനസ്സിലാക്കാനും ഈ ലോകത്തിലുള്ള ആളുകളെ മനസ്സിലാക്കാനും ഈ പ്രപഞ്ച ശക്തിനെ കുറിച്ച് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ആസ്വദിക്കാനും വളരെ നല്ല ഒരു സംഭവം തന്നെയാണ് ഒറ്റയ്ക്ക്. ഞാൻ പറഞ്ഞ പോലെ ചുരുങ്ങിയൊരു 10-15 മിനിറ്റെങ്കിലും നമ്മൾ അതിലേക്ക് ഇറങ്ങിയിരിക്കുകയാണെങ്കിൽ നമുക്ക് വളരെയധികം ഒരു സാറ്റിസ്ഫാക്ഷനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഒരു ഇഷ്ടമുള്ള, ഞാൻ പറഞ്ഞ പോലെ അവരെ ഒരു സന്തോഷിക്കുന്ന നമ്മളെ സാമീപ്യം അവർക്കൊരു സന്തോഷം ഉളവാക്കുന്നതുമായിട്ടുള്ള ഒരു രീതിയിലേക്ക് നല്ലൊരു സെഷനായിരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. മാജിക് മോർണിംഗ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നു. ആ ആ ആ, നല്ല നല്ല നന്നായിട്ട് ഇങ്ങനെ കേൾക്കാൻ നല്ല സുഖമുണ്ട് കേട്ടിരിക്കാനായിട്ട്. എല്ലാത്തിലും ഉപരിയായിട്ട് നിങ്ങളുടെ പോസിറ്റീവായിട്ട് ആ ഒരു പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ചിരി. അപ്പം കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ ഒരു വളപ്പൊട്ട് കയ്യിലുണ്ടെങ്കിലും ഒരു മയിൽപ്പീലിത്തുണ്ട് നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിലും ഇതൊക്കെ മതി എന്നെ ഞാനായി നിലനിർത്താൻ എന്ന് പറഞ്ഞ പോലെ നമ്മളെല്ലാവരും സന്തോഷ സമാധാനം ഒക്കെ അന്വേഷിച്ച് നടക്കുന്നവരല്ലേ. അപ്പം നമ്മള് പിന്നെ നമ്മൾ എന്ത് സത്യം പറഞ്ഞ ചിലര് വിചാരിക്കും പൈസ കൊണ്ട് നമുക്ക് കുറെ സന്തോഷമൊക്കെ ഉണ്ടാക്കാം. പക്ഷെ പൈസ കൊണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പൈസ വേണം, പൈസക്ക് നമ്മുടെ ബാഹ്യമായിട്ടുള്ള കുറെ സന്തോഷങ്ങൾ നിലനിർത്താനായിട്ട് സാധിക്കും. പക്ഷെ ചെറുതാണെങ്കിലും നമ്മളെ നമുക്ക് ഉള്ളതിൽ സന്തോഷിച്ച് നമ്മൾ കഴിഞ്ഞതിനെ കുറിച്ച് ഓർത്ത് വേദനിക്കാതെ ഭാവിയെ കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെടാതെ ഒക്കെ നമ്മൾ തന്നെ നമ്മുടെ ലോകത്തിലേക്ക് നോക്കി, അതായത് നമ്മുടെ ഉള്ളിലുള്ള ലോകത്തിലേക്ക്, അതായത് നമ്മളോടൊപ്പം കുറച്ച് സമയം ഇരിക്കുമ്പോഴേ നമുക്ക് നമ്മുടേതായിട്ടുള്ള ലോകത്തിരിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു സുഖമുണ്ട്. അത് അനുഭവിച്ചവർക്ക് അറിയാം അതിൻ്റെ ആ ഒരു കാര്യം. അപ്പം ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിലുള്ള ലോകത്തിനെ വളർത്താനായിട്ട് നമ്മുടെ ഉള്ളിലൊക്കെ നോക്കി നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ച് കാര്യങ്ങളൊക്കെ എഴുതി അപ്പൊ അങ്ങനെ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോയാൽ സത്യം പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നമ്മുടെ സന്തോഷം, നമ്മളിൽ തന്നെ ഉണ്ട് നമ്മുടെ സന്തോഷം, അത് കണ്ടെത്തുക എന്നുള്ളതാണ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം. താങ്ക് യു. ഇനിയും നല്ലൊരു ക്ലാസ് പ്രതീക്ഷിക്കുന്നു. ക്ലാസ് നന്നായിരുന്നു, വിഷയം നല്ലതായിരുന്നു. താങ്ക് യു മാം.
മാജിക് മോണി ഞാന് വീട്ടിലല്ല ഉള്ളത്, അതുകൊണ്ടാ ക്യാമറ ഓൺ ആക്കാത്തത്. എന്തോ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ കാരണം ഞങ്ങൾക്ക് ഓൺ ആക്കാനും സാധിച്ചില്ല. അപ്പോ അഫിനീസാനെ പെട്ടെന്ന് വിളിച്ചിട്ട് ഓൺ ആക്കിച്ചതാണ് സൂം. എന്തായാലും ഇപ്പൊ കാട്ടിലാണുള്ളത്, നാട്ടിലല്ല. ഈ കാട്ടിൽ ഇടയ്ക്കിടെ ഒരു പരിപാടി ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് കാട്ടിൽ പോകും, അത് പെട്ടെന്ന്. എന്തായാലും നല്ലൊരു ക്ലാസ് ആണ്. എവിടെ സ്ഥലം എവിടെ? ഞാൻ താനൂര്, മലപ്പുറം. ഈ ഗുരുക്കൾ എന്ന് കണ്ടോണ്ട, ഗുരുക്കളൊക്കെ മഞ്ചേരി എന്നുള്ളത്. ആ, മഞ്ചേരിയാണ്. പ- ഞങ്ങളെ സ്വന്തം വീട് മഞ്ചേരിയാണ്. ഇപ്പൊ താമസിക്കുന്ന താനൂര്. ആ, കല്യാണം കഴിച്ചു വിട്ടാണ് നാട്ടില് ആ, അതെ താമരക്ക്. അതെ. ആ, ആ, ശരി. ഗുരുക്കൾ വീട്ടിൽ തന്നെ ഫാമിലി ഉള്ളതാണ് അല്ലേ? അതെ. അല്ലാതെ കണ്ടപ്പോ ഞങ്ങൾക്ക് മഞ്ചേരിക്കാരത്തിയാണോ എന്ന് സംശയമുണ്ട്, അതുകൊണ്ട് ചോദിച്ചാ. എന്തായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു, നല്ലൊരു പോസിറ്റീവ്, അതായത് ഒരു പ്രചോദനം നൽകുന്ന ക്ലാസ് ആണ്. ട്രെയിനർ ആണോ ശരിക്ക്? ഞാൻ അതോ ചെറുതായിട്ട് ഞാൻ JCIയില് മറ്റേ കുറച്ച് ജസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണ് ട്രെയിനിങ്. അത് ശരി. എന്താ ശരിക്കുള്ള മേഖല എന്താ? ഡെന്റിസ്റ്റ് ആണ്. ആ, ഇതന്നെ. ശരി, ഓക്കെ ഓക്കെ, താങ്ക് യു. സ്റ്റോറി ടെല്ലർന്ന് കിടക്കുന്നല്ലേ മാം? സ്റ്റോറി ടെല്ലർന്ന്. അതെ ആ, അതെ അതെ. ഞാന് ഓ. അല്ല, കുറെ കാലമായിട്ട് യൂട്യൂബിലും കുറച്ച് ഇൻസ്റ്റഗ്രാമിലൊക്കെ എനിക്ക് സ്റ്റോറി ടെല്ലിങ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആളുകളുടെ ഷെയർഡ് എക്സ്പീരിയൻസസ് ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ എനിക്ക് എഴുതാനും അതിനെക്കുറിച്ചൊക്കെ പ്രസന്റ് ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ആ രീതിയിൽ ഞാൻ എന്നെ സ്റ്റോറി ടെല്ലർ ആയിട്ടാണ് ഉം, എന്താ പറയാ, പ്രസന്റ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമുള്ള ഒരു ടേം ആണത്. നിങ്ങൾക്ക് നിങ്ങളെ ഫാമിലിയെ കുറിച്ച് സ്റ്റോറി ചെയ്താൽ മാത്രം ഉണ്ടല്ലോ, ഒരു ഒന്നൊന്നര സ്റ്റോറി ചെയ്താൽ മാത്രം ഉണ്ട് ഗുരുക്കൾ ഫാമിലിയെ കുറിച്ച്. ശരി. മണിസാറെ, നമ്മളെ ഈ ഇസ്ഹാക്ക് ഗുരുക്കൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഈ പെട്ടാണ്. ആ, കേട്ടിട്ടുണ്ട് sir. കേട്ടിട്ടുണ്ട്. ഓക്കെ. വേറെ ഇനി ആരെങ്കിലും പറയാനുണ്ടോ? ദിവ്യ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാല് ഓരോ എന്താ പറയാ, നമ്മളുടെ ഉള്ളിലേക്ക് തന്നെ നോക്കണം എന്ന് പറഞ്ഞത് സത്യമാണ്. എങ്കിൽ മാത്രമാണ് നമുക്ക് സന്തോഷവും സമാധാനവും ഒക്കെ നമ്മളുടെ ഉള്ളിലുണ്ട്. നമ്മൾക്ക് പുറമെ അന്വേഷിച്ച് പോണ്ട എന്നുള്ള ഒരു വലിയൊരു പാഠമാണ് ഇതിൽ നിന്ന് കിട്ടിയത്. താങ്ക് യു സോ മച്ച്. അതിൻ്റെ ഇടയിൽ അഗ്നിച്ചിറകുകളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഞാൻ വായിച്ചിട്ടുണ്ട് അത്, അഗ്നിച്ചിറകൾ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ. പിന്നെ അറ്റോമിക് ഹാബിറ്റ്സിലെ ശീലങ്ങളെ പറ്റി പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച്. നല്ലൊരു ക്ലാസ്, നല്ല ഒഴുക്കോടുകൂടി വളരെ സന്തോഷത്തോടുകൂടി ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. താങ്ക് യു. മാമിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയണം. പറഞ്ഞോളൂ ശീല. ശീല മാം പറഞ്ഞോളൂ. ഷൈനി തെങ്ങിന്റെ മുകൾക്കാര്. ഞാനിപ്പം പറയുന്ന കേൾക്കുന്നുണ്ടോ? ഇല്ല. ഉണ്ടാവില്ലായിരിക്കും. ഓ, ഓക്കെ ഓക്കെ, ശരി മാം. നല്ലൊരു ക്ലാസ് ആയിരുന്നു. കേൾക്കണുണ്ടോ എന്തോ? കേൾക്കുന്നു. കേൾക്കുന്നുണ്ടോ? ഓക്കെ ഓക്കെ. നല്ലൊരു ടോപ്പിക്ക്, നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു നല്ലൊരു ടോപ്പിക്കാണ് മാം സെലക്ട് ചെയ്തത്. അതുപോലെ തന്നെ മാമിന്റെ ഒരു പ്രസന്റേഷൻ, അത് പറയാതിരിക്കാൻ വയ്യ, അത്ര നല്ല മികച്ചതായിരുന്നു. നല്ല ചിരിച്ചുകൊണ്ട് നമ്മളതിലേക്ക് ഇങ്ങനെ ലയിച്ചിരിക്കുന്ന പോലെയാണ് ഞാൻ പറയുന്നത്. ശരിക്കും ഒരു സ്റ്റോറി പറയുന്നത് പോലെ തന്നെയായിരുന്നു. അതുപോലെ തന്നെ സ്വന്തം അനുഭവങ്ങളും APJ അബ്ദുൽ കലാമിന്റെ കാര്യമാണെങ്കിലും ക്രിസ്മസിന്റെ കാര്യമാണെങ്കിലും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു സെക്ഷനായിട്ട് ഉണ്ടായത്. പക്ഷെ പെട്ടെന്ന് തീർന്നു പോയതുപോലെ തോന്നിപ്പോയി, പെട്ടെന്ന് കഴിഞ്ഞതുപോലെ. ഓക്കെ, എന്തായിരുന്നാലും ഇനിയും വരണമേ. നല്ലൊരു സെക്ഷനാണ്. താങ്ക് യു മാം. ഓക്കെ മാം. ശരിക്കും ബിമാജിക്കിടെ
എന്നത്തേൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള നല്ലൊരു ക്ലാസ്. നമ്മളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ നമ്മുടെ മനസ്സെന്താണെന്നും ആ മനസ്സിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഉൾക്കൊണ്ടിരിക്കുന്നതും ആ ഉൾക്കൊണ്ടതിൽ നിന്നും നമ്മൾ എങ്ങനെയാണ് സന്തോഷം കണ്ടെത്തുന്നതെന്നുമാണ് മാം പറഞ്ഞു തന്നതെന്ന് തോന്നുന്നു. എപ്പോഴും നമ്മൾ മറ്റൊരാളെ എങ്ങനെയാണ് നമ്മുടെ സംസാരം കൊണ്ട് ഫീൽ ചെയ്യുന്നത് അതായിരിക്കും അവരെപ്പോഴും ഓർത്തിരിക്കുന്നതെന്നാണ് പറഞ്ഞു തന്നത്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ ആ ടൈമിൽ എനിക്ക് പറഞ്ഞതുപോലെ എൻ്റെ മനസ്സിൽ ഓർത്തിരിക്കുന്ന ഒരു കാര്യം, പണ്ട് 10-35 വർഷങ്ങൾക്കൊക്കെ മുമ്പ് നമുക്കൊരു ഗ്രാജുവേഷൻ കിട്ടിയ ആ ഒരു 2-3 വാക്കുകൾ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അതുപോലെ എപ്പോഴും പ്രാവർത്തികമാക്കാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ മനസ്സിൽ എപ്പോഴും ആ വാക്കുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കാറുണ്ട്. പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നുമുണ്ട് കേട്ടോ. അതായത് നമ്മുടെ പണ്ടത്തെ വൈസ് ചാൻസലർ ആയിരുന്ന അനന്തമൂർത്തി സാർ, MG യൂണിവേഴ്സിറ്റി കോട്ടയത്തിന്റെ വൈസ് ചാൻസലർ ആയിരുന്നു. അപ്പൊ ആ ടൈമിൽ സാറ് തന്ന ഒരു 3 വാക്കുകളാണ് ഞങ്ങൾക്ക് ഗ്രാജുവേഷൻ മെസ്സേജ് തന്നത്. എ കൈൻഡ് വേർഡ്, എ ജെന്റിൽ ടച്ച് ആൻഡ് എ സ്മൈലിംഗ് ഫേസ്. തീർച്ചയായിട്ടും മറ്റുള്ളവരെ ഒന്ന് ഫീലാക്കാൻ അല്ലെ നമ്മളെ ഓർത്തിരിക്കാൻ ഈ 3 കാര്യങ്ങൾ, ഒരു പുഞ്ചിരിക്കുന്ന മുഖവുമായിട്ട് നല്ലൊരു വാക്കോട് കൂടി അവരെ ഒന്ന് തൊട്ട് തലോടി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ മനസ്സിൽ നമ്മൾ എപ്പോഴും ഉണ്ടാകും. ഈവൻ നമ്മുടെ പേരൻസ്, നമ്മുടെ മക്കള്, നമ്മുടെ ഹസ്ബൻഡ്, ആരാണേലും നമ്മളുമായിട്ട് ഇടപെടുന്നവര് നമ്മൾ അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും ആ ഒരു ഫീൽ ഉണ്ടാകുമെന്ന് ഞാൻ എപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു വാക്കുകളാണ് നമ്മുടെ അബ്ദുൽ കലാം സാറിന്റെ കാര്യം പറഞ്ഞതുപോലെ. തീർച്ചയായിട്ടും നല്ലൊരു ക്ലാസ്, വ്യത്യസ്തമായിട്ട് നമ്മളിലേക്ക് കുറച്ചുകൂടെ ആഴത്തില് നമ്മളെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ക്ലാസ് ആയിരുന്നു മാം. താങ്ക് യു വെരി മച്ച്. ഹായ്, മാജിക് മോർണിംഗ്. നല്ലൊരു സെഷൻ ആയിരുന്നു മാം. ഇതുവരെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല നമ്മുടെ ഉള്ളിലൊരു ലോകം ഉണ്ടാവുന്നത്. നമ്മുടെ ഈ തിരക്കിന്റെ ഇടയിൽ ഈ ഒരു ക്ലാസ് ശരിക്കും നല്ലൊരു ഗുണം ചെയ്തു. ഉള്ളിൽ ഒരു വേൾഡ് ഉണ്ടെന്നും നമുക്ക് അതിൽ നിന്ന് സന്തോഷം കണ്ടെത്താമെന്നും അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ മാം എന്ന് പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു മാം. അപ്പോ നമുക്കിന്ന് ഇത്രയും നല്ലൊരു മനോഹരമായ ടോപ്പിക്കിൽ സെഷൻ എടുത്തു തന്ന ലിഷാന മാമിന്, ഈ സെഷനിൽ പങ്കെടുത്ത ബാക്കി ബി മാജിക് മെമ്പേഴ്സിനും നന്ദി. താങ്ക് യു ലിഷാന മാം. താങ്ക് യു ഓൾ. താങ്ക് യു. താങ്ക് യു ലിഷാന.